ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ബിഗസ്റ്റ് സോറി ചോദിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് പേഴ്സണൽ വർക്കുമായിട്ടൊക്കെ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി മുതൽ ഒരു കണ്ടിന്യൂറ്റി വരുത്തുന്നതിന് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റ് സെഷൻ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് അവർ ബൈയിങ് ആണ് മാർക്കറ്റിനെ ഒരു അപ് ട്രെൻഡിലേക്ക് കൊണ്ടുവന്നത്. ഒരു ഡൗണിലുള്ള ഒരു ഓപ്പണിംഗ് ഒക്കെ ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡിനൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സ്മോൾ ബോഡീഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ്, ബുള്ളിഷ് ക്യാൻഡിലാണ് കാണാനുള്ളത്. 11,917 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,997 വരെ ഹൈ പോയി. തുടർന്ന് 11,971 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസർവ്, SBI ലൈഫ്, ഇൻഡൂസിൻ ബാങ്ക്, അതുപോലെ തന്നെ ICICI ബാങ്ക് ഇവരായിരുന്നു നിഫ്റ്റിയിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ്, റിയാലിറ്റി ഈ ഒരു 2 സെക്ടറുകളായിരുന്നു ഇന്ന് നല്ലൊരു ബുള്ളിഷ് ട്രെൻഡിൽ നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളിലായിട്ട് ഒരു കൺസോളിഡേഷൻ മൂഡാണ് ഈ ഒരു റേഞ്ചിൽ കാണാനുള്ളത്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഏകദേശം 11,900 ആ ഒരു റേഞ്ചിനെ നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള ഒരു സാധ്യതകൾ നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുമ്പോഴും നല്ലൊരു ബൈയിങ് പ്രഷർ വരുന്നതായിട്ടാണ് കാണാനുള്ളത്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലോങ് ലെഗായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം പിന്നീട് ഒരു ബുള്ളിഷ് സിഗ്നലായിട്ട് ഇത് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓരോ കറക്ഷൻ വരുന്നതിന് ശേഷവും നല്ലൊരു ബൈയിങ് പ്രഷർ നിഫ്റ്റിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ലെവലിനെ നിഫ്റ്റിക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് സിഗ്നലായിരുന്നു പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ശ്രദ്ധിക്കാനുള്ളൊരു വിഷയം 200-day മൂവിങ് ആവറേജ് അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി എൻഡായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൂഡാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സോണുകളായിട്ട് ഏകദേശം 23,200 റേഞ്ചുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് നല്ലൊരു സപ്പോർട്ടുകളും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 200-day മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഒരു ബുള്ളിഷ് ട്രെൻഡിലുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഒരു സ്റ്റോക്കുകളിൽ നമുക്കൊരു പക്ഷേ ഒരു ബുള്ളിഷ് സിഗ്നൽസ് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനുള്ളൊരു വകയുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു. നാസ്ഡാക്കിൽ ഒരു 12 പോയിൻറ്റ്സ് ഡൗണിലാണ് നാസ്ഡാക്ക് ഇന്നലെ ഉണ്ടായത്. ഇന്നത്തെ US മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം US ഫീച്ചേഴ്സൊക്കെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെയും ഒരു മിക്സഡ് ട്രെൻഡ് കണ്ടുവരുന്നു. ഏഷ്യൻ മാർക്കറ്റിലും ഒരു മിക്സഡ് ട്രെൻഡാണ് കാണാനുള്ളത്. SGX നിഫ്റ്റി ഇപ്പോൾ 55 പോയിൻറ്റ്സ് അപ്പിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു വർധനവ് വന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇപ്പോൾ കാണാനുള്ളത്. ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റ് ആയിട്ടുള്ളൊരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 73.3 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ FIIൻ്റെ ഭാഗത്ത് നിന്ന് 821 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ഇതുവരെ ഇവരൊരു പോസിറ്റീവ് മൂഡിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും നല്ലൊരു സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. 1,276 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ ഒരു അനാലിസിസിന് എടുത്തു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ടാറ്റ കെമിക്കൽസ് ഇവരുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് കാണാനുള്ളത്. അതുമാത്രമല്ല പ്രീവിയസ് ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് സ്റ്റോക്ക് എൻഡായിരിക്കുന്നത്. 2 ദിവസം നല്ല സ്ട്രോങ് ആയിട്ടൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണുള്ളത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് ഏകദേശം 320 മുകളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 346 റേഞ്ചിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലെവലും നിങ്ങളൊന്ന് എൻട്രി പോയിന്റിനായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് ശ്രീറാം ട്രാൻസ്പോർട്ട്സിലേക്ക് വരുമ്പോൾ ഇന്നൊരു ബുള്ളിഷ് സിഗ്നൽസ് കാണാനുണ്ട്. അതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ഇന്ന് ശ്രീറാം ട്രാൻസ്പോർട്ട്സിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഹൈൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ 676 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് 733 റേഞ്ചിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലെവലുകളും ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളവും പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് ഇന്ന് സ്റ്റോക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1,390 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിലും നമുക്കൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വീണ്ടും ഒരു ഡോജി പാറ്റേൺ ഫോർമേഷന് ശേഷം വീണ്ടും നല്ലൊരു ബുള്ളിഷ് സിഗ്നലാണ് തന്നിരിക്കുന്നത്. 200-day മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഹൈൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 2,169 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ്
വാർണിംഗ് കിട്ടുകയാണെങ്കിൽ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസിലും നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് ആണ് പ്ലോട്ട് ആയിട്ടുള്ളത്. ബുള്ളിഷ് എൻഗൾഫിംഗ് പോലത്തെ ഒരു ഫോർമേഷൻ, ഒരു റിവേഴ്സിനുള്ള ഒരു സൂചനകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. 200-day മൂവിംഗ് ആവറേജിന് ജസ്റ്റ് അടുത്ത് വന്നതിന് ശേഷം ഒരു റിവേഴ്സലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡുകൾ തുടരുകയാണെങ്കിൽ ഏകദേശം 310 അതുപോലെ തന്നെ 317 ആ ഒരു റേഞ്ചുകളിലാണ് അടുത്ത റെസിസ്റ്റൻസ് സോണുകൾ ഗുജറാത്ത് ഗ്യാസിൽ നമുക്ക് നിലനിൽക്കുന്നത്. ഇനി അടുത്തായിട്ട് ITCൻ്റെ ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ കുറേ ദിവസങ്ങളിലായിട്ടൊരു റേഞ്ച് ബൗണ്ടഡ് ആയിട്ടുള്ള സെഷൻസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ ഒരു അക്യുമുലേഷൻ മോഡിലാണ് ഇപ്പോൾ കാണാനുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഏകദേശം ഈ ഒരു റേഞ്ചിൻ്റെ ഒരു അപ്പർ ബാൻഡിന് ഏകദേശം 175-ന് മുകളിലൊക്കെ നമുക്കൊരു ബ്രേക്കൗട്ടുകൾ നടക്കുകയാണെങ്കിൽ ഒരു അപ് ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നമുക്ക് ITCയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കൺസോളിഡേഷൻ നടന്നതിന് ശേഷം ഈ ഒരു അപ്പർ ബാൻഡിനെയാണോ ലോവർ ബാൻഡിനെയാണോ ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷമുള്ള എൻട്രികൾ നമുക്ക് ആലോചിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഡൗൺ ട്രെൻഡ് നടന്നതിന് ശേഷം ഒരു കൺസോളിഡേഷൻ മോഡ് കണ്ടുവരുന്നു. ഒരു അക്യുമുലേഷൻ ഫേസിലാണ് ഇപ്പോൾ കാണാനുള്ളത്. ഇനി അപ്പോളോ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബിയറിഷ് റിവേഴ്സ് സിഗ്നൽസ് ആണ് കണ്ടുവരുന്നത്. ഒരു റിവേഴ്സിനുള്ള ഒരു കൺഫർമേഷൻസ് ആണ് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ കാണാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു ഹോൾഡിങ്ങിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ആലോചിക്കാവുന്നതാണ്. വിപ്രോയിനെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വന്നതിന് ശേഷം നല്ലൊരു ഡൗൺ ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അനലിസ്റ്റുകളൊക്കെ അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസികളൊക്കെ പ്രതീക്ഷിച്ചൊരു പെർഫോമൻസ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്രഷ് എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സമയത്ത് ഒരു സിഗ്നൽ നമുക്ക് ഈ ഒരു സമയത്ത് കാണാനില്ല വിപ്രോയിൽ. ഇനി അതുപോലെ തന്നെ ലോറസ് ലാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഇപ്പോൾ ഒരു ഡോജി അല്ലെങ്കിൽ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതായത് നമുക്കൊരു ഏകദേശം ഒരു 327-328 മുകളിൽ ഒരു പോവുകയാണെങ്കിൽ നമുക്കൊരു വരും ദിവസങ്ങളിൽ ഒരു ട്രേഡിങ്ങിൽ ഒരു പോസിബിലിറ്റി ലോറസ് ലാബിൽ പ്രതീക്ഷിക്കാം. ആർത്തി ഡ്രഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബോണസ് ഇഷ്യൂവിനൊക്കെ ശേഷം വീണ്ടും നല്ലൊരു കറക്ഷനായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇന്ന് ചെറിയൊരു ബുള്ളിഷ് സിഗ്നൽ പ്ലോട്ടായിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക, പുതിയ എൻട്രികൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ. അപ്പോൾ നമുക്കൊരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ തരുന്നു. എന്നിരുന്നാലും നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. ഒരു റിവേഴ്സിനൊരു സാധ്യതകൾ മാത്രമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ടാറ്റ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. ഒരു റിവേഴ്സിനുള്ള സൂചനകളാണ് തരുന്നത്. അതുമാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ അനലിസ്റ്റുകൾ ഇവർക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു Q1 റിസൾട്ട്സ് ഒക്കെ നല്ലൊരു Q1 റിസൾട്ട്സ് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു കാരണങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവർ നല്ലൊരു റേറ്റിംഗ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒന്ന് ആഡ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇത് മാത്രമല്ല, ഇത് കൂടാതെ മുത്തൂറ്റ് ഫിനാൻസ്, അതുപോലെ തന്നെ ദീപക് നൈട്രേറ്റ്, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഈ ഒരു സ്റ്റോക്കുകളും ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇതിലൊരു ബുള്ളിഷ് റിവേഴ്സൽസ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ SBI കാർഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഹൈയിൽ നിന്നുള്ളൊരു ബ്രേക്ക് ഔട്ടുകളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടന്നതിന് ശേഷം ഒരു എൻട്രിക്കുള്ള ഒരു പോസിബിലിറ്റികൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അവർ IMF ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 2020 GDP ഗ്രോത്തിനെ അവർ വീണ്ടും റീഎസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. 10.3% കോൺട്രാക്ഷൻ ഉണ്ടാകും എന്ന രീതിയിലാണ് അവർ കാണിച്ചിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇയർ 2021. അതിനുശേഷം നല്ലൊരു റീബൗണ്ട് ഫിനാൻഷ്യൽ ഇയർ 2022 ഉണ്ടാവും എന്ന രീതിയിലും അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വർദ്ധിച്ചു വരുന്ന ലോക്ക്ഡൗണും കൊറോണ കേസസൊക്കെയാണ് ഇതിന് പ്രധാന കാരണങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നത്. എക്കോണമിയിൽ നല്ലൊരു ഇമ്പാക്റ്റുകൾ വന്നു എന്നാണ് അവർ അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് സെപ്റ്റംബർ മാസത്തിലെ മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ ലാർജ് ക്യാപ്പിൽ അദാനി ഗ്രീൻ എനർജി, പിരമൽ എൻ്റർപ്രൈസസ്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, ബോഷ്, ടെക് മഹീന്ദ്ര ഈ ഒരു കമ്പനികളിലാണ് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ മ്യൂച്വൽ ഫണ്ട്സ് ഏറ്റവും കൂടുതൽ ബൈയിങ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാരതി ഇൻഫ്രാടെൽ, HDFC AMC, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI കാർഡ്സ്, MRF ഈ ഒരു കമ്പനികളിലായിരുന്നു ഏറ്റവും കൂടുതൽ സെല്ലിങ്ങും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് നടന്നായിട്ട് കാണിച്ചിരിക്കുന്നത്. മിഡ് ക്യാപ്പിലേക്ക് വരുമ്പോൾ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ്, വോഡാഫോൺ ഐഡിയ, JSW എനർജി, BHEL, ജുബിലൻ്റ് ലൈഫ് സയൻസ് ഈ ഒരു കമ്പനികളിലായിരുന്നു ഏറ്റവും കൂടുതൽ സെല്ലിങ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബൈയിങ് നടന്നിരിക്കുന്നത് ശില്പ മെഡിക്കെയർ, SL പ്രൊപാക്, വാലിയൻ്റ് ഓർഗാനിക്സ്, GMM ഫോഡ്ലർ, BSC ലിമിറ്റഡ് ഈ ഒരു കമ്പനികളിൽ ഏറ്റവും കൂടുതൽ ബൈയിങ്ങും ഫ്യൂച്ചർ ലൈഫ് സ്റ്റൈൽ ഫാഷൻസ്, ആർത്തി ഡ്രഗ്സ്, മഹീന്ദ്ര CIE, ഇന്ത്യ മാർട്ട് ഇൻ്റർമേഷ്, ലോറസ് ലാബ് ഇവരിലായിരുന്നു ഏറ്റവും കൂടുതൽ സെല്ലിങ്ങും മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് സെപ്റ്റംബറിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനികളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഒരു എൻട്രി പോസിബിലിറ്റികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ടൊക്കെ അറിയിക്കുക.
അടുത്തതായിട്ട് ടാറ്റ പവറിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏകദേശം 100 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പ്രൊജക്റ്റ് ഗുജറാത്ത് ഊർജ്ജ വികാസ് നിഗമത്തിൻ്റെ ഭാഗത്തുനിന്ന് വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 15 മാസത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യണം എന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് Q2 റിസൾട്ട്സ് വന്ന കമ്പനികളിലേക്ക് വരുമ്പോൾ ഇൻഫോസിസ് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്നായിരുന്നു അവരുടെ ഏണിങ്സ് വന്നത് 20.5% ഗ്രോത്താണ് അവർ നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുമ്പോൾ 840 മില്യൺ ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല 12 രൂപ പെർ ഷെയറിൽ ഒരു ഇൻറ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നാളെ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റിസൾട്ട് വന്നതിനെ തുടർന്ന് നല്ലൊരു അപ് ട്രെൻഡിനുള്ള സാധ്യതകൾ ഇൻഫോസിസിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തായിട്ട് വിപ്രോനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 1.2% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 3.1% വർധനവുമാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 23.75 കോടി ഷെയർസിൻ്റെ ഒരു ബൈബാക്ക് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. 400 രൂപ പെർ ഷെയറിലാണ് ബൈബാക്ക് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇവർ എക്സിമിസ് ഡിസൈൻ എന്ന് പറഞ്ഞൊരു എഞ്ചിനീയറിംഗ് സർവീസ് കമ്പനിയെ അക്വയർ ചെയ്യാൻ പോകുന്നു, അതിനുള്ളൊരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്ന രീതിയിലും അവർ അപ്ഡേറ്റുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു പോസിറ്റീവ് ന്യൂസുകൾ നിന്നിട്ടുണ്ടായിരുന്നെങ്കിലും ബിസിനസ് അനലിസ്റ്റുകളൊക്കെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഏണിങ്സ് കൊടുക്കാൻ അത് പബ്ലിഷ് ചെയ്യാൻ വിപ്രോയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് മിക്ക റേറ്റിംഗ് കമ്പനികളും അവരുടെ ഒരു അടുത്തൊരു ടാർഗറ്റ് പ്രൈസ്, ബ്രോക്കറേജ് കമ്പനികളൊക്കെ അവരുടെ ഒരു ടാർഗറ്റ് പ്രൈസിലൊക്കെ ഒരു തിരുത്തൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്ന് വിപ്രോയ്ക്ക് ഒരു ഡൗൺ ട്രെൻഡിന് കാരണമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് കർണാടക ബാങ്കിലേക്ക് വരുമ്പോൾ ഇവർ നല്ലൊരു ഏണിങ്സ് ആണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 15.3% വർധനവും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റിൽ 12.7% വർധനവും ഉണ്ടായിട്ടുണ്ട് അവർക്ക്. ഗ്രോസ് NPA നോക്കുകയാണെങ്കിലും നെറ്റ് NPAയിലേക്ക് വരികയാണെങ്കിലും അതിലൊരു സീക്വൻഷ്യലായിട്ടുള്ള ഒരു ഇംപ്രൂവ്മെൻറ്റ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. 4.64% നിന്ന് 3.97% ഗ്രോസ് NPA കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നെറ്റ് NPAയിലും സീക്വൻഷ്യലായിട്ടുള്ള ഒരു കുറവ് കൊണ്ടുവന്നിട്ടുണ്ട് അവർ. ഡെപ്പോസിറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ 4% വർധനവും അഡ്വാൻസസിൽ 1.2% വർധനവും അവർക്കുണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും മോശമില്ലാത്തൊരു റിസൾട്ടാണ് ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് പേജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനുമായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബാംഗ്ലൂരു മാനുഫാക്ചറിംഗ് സൈറ്റിൽ. അപ്പോൾ ഇത് ഇവർക്കൊരു നെഗറ്റീവ് ന്യൂസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇവർ IPOയ്ക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം 250 കോടിയുടെ ഒരു IPO ആണ് ഇവർ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വരുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഈ ഒരു സെപ്റ്റംബർ ക്വാർട്ടർ എടുത്ത് കഴിയുമ്പോൾ അതിൽ രാകേഷ് ജുൻജുൻവാലയും അതുപോലെ തന്നെ LICയും ഇവർ രണ്ടുപേരും സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തൊരു കമ്പനിയാണ് ലൂപ്പിൻ. രാകേഷ് ജുൻജുൻവാലനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു Q1 വരെയുള്ള ഡാറ്റ പ്രകാരം 1.47% സ്റ്റേക്ക് ആയിരുന്നു ലൂപ്പിനിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അദ്ദേഹം 1.53% ആയിട്ട് ഉയർത്തിയിരിക്കുന്നു. LICയിലേക്ക് വരുമ്പോൾ അവർ 2.70%ൽ നിന്ന് 3.71% ആയിട്ട് ഉയർത്തിയിട്ടുമുണ്ട് ഈ ഒരു കമ്പനിയിൽ. അപ്പോൾ ഈ ഒരു കമ്പനിയും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡിലുള്ള സൂചനകളാണ്, ഒരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് പ്ലോട്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് വരും ദിവസങ്ങളിലൊരു പോസിബിലിറ്റി ലൂപ്പിനിലും കാണുന്നുണ്ടോ, ഒരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്കുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിലും കാണുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അടുത്തായിട്ട് മൊറട്ടോറിയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രീം കോടതിയിൽ ഹിയറിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്ന അനൗൺസ്മെൻറ്റുകൾ നോക്കുമ്പോൾ അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിലൊരു ഡയറക്ഷൻ സുപ്രീം കോടതി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. അതുമാത്രമല്ല അടുത്ത ഹിയറിംഗ് നവംബർ 2-ാം തീയതിയിലേക്ക് നീട്ടി വെച്ചിട്ടുമുണ്ട്. ഇനി അതുപോലെ തന്നെ ലിഖിതയെ സംബന്ധിച്ചിടത്തോളം ലിഖിത ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ IPO നാളെ മാർക്കറ്റിൽ ലിസ്റ്റ് ആവാൻ പോവുകയാണ്. ഓവറോൾ സബ്സ്ക്രിപ്ഷൻ നോക്കുമ്പോൾ 9.5 മടങ്ങ് സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റിംഗ് ആണ് മിക്ക അനലിസ്റ്റുകളും ഇപ്പോൾ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഈ ഒരു IPO ഹോൾഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ ഒരു ലിസ്റ്റിംഗ് നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളും ന്യൂസുകളും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു അനാലിസിസ് നടത്തുക, കണ്ടെത്തുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.